എന്താണ് പരിപാടി? ഓണം 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 എടുത്തത് പണിയിലാണല്ലോ. കാളനും പുളിയിഞ്ചി ഉണ്ടാക്കിക്ക, കുറുക്ക് കാളൻ. അയാള് പറയാം എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അതിന് പച്ചവഴക്കൊന്നും ഓണായിട്ട് ഇച്ചിരിയൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട്. ചോറുണ്ടൂല, കൂട്ടാൻ കഴിക്കാം. ചോറുണ്ടഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ കൊണ്ട് കുഴപ്പമില്ല ദിവസം. പക്ഷേ എനിക്ക് ഭയങ്കര കുറ്റബോധം വരും, പറ്റുമോ കയ്യോ കഴിച്ചല്ലോ. ഓണം എത്തിയോ നിങ്ങളെ വീട്ടില്? ഞാൻ വന്നോണ്ടിരിക്കണു. എന്നിട്ട് കാളം വെക്കാനോ? വെള്ളം തിളച്ചു, ചേനക്ക് എന്താ? അത് പുളിയിഞ്ചിക്ക് വെച്ചിരിക്കുക. അതില് പുളിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, കുറച്ച് ഇഞ്ചി അരിഞ്ഞതുണ്ട്, കുറച്ച് പച്ചമുളകുണ്ട്, ഉപ്പുണ്ട്. ശർക്കര ചേർത്തിട്ടില്ല, ചേർക്കണം. ചേനയും കായും നുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പുളിശ്ശേരി അല്ല, കുറുക്ക് കാളനാണ് ശീലം. ഈ കഷ്ണത്തില് നമ്മള് കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് ഒരല്പം മുളക് പൊടി, കുരുമുളക് പൊടിയാണ് ചേർക്കുക. എന്നിട്ട് വേവിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കളറിന് വേണ്ടി മാത്രം ഒരല്പം മുളക് പൊടി. വേവട്ടെ. വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരവും ജീരകവും കൂടെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഞാൻ പച്ചമുളക് അരയ്ക്കാറില്ല, പച്ചമുളക് ഇങ്ങനെ ചേർക്കലേ ഉള്ളൂ. പച്ചമുളക് അരച്ചിട്ട് ചേർക്കാൻ എനിക്കെന്തോ അതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളക് ഇങ്ങനെ മാത്രമേ ചേർക്കുള്ളൂ. ജീരകവും നാളികേരവും മാത്രം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. അരച്ചു വെണ്ണ പോലെ ആവണേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ചേർത്തു. ഹാപ്പി ഓണം. പുറത്തെത്തി നിന്നിട്ടാ നിങ്ങൾ ആ കഷ്ണം ഒന്ന് നോക്കിയ ചിക്കൻ്റെ ഓലില് ചിക്കൻ നോക്കി ചിക്കൻ വേവിച്ച് നോക്കി. പ്രായത്തിന്റെ തോന്നലുകളൊക്കെ കഷ്ണം എന്ത് അങ്ങനെ തൈര് എടുക്കും. അങ്ങനെ ഉപ്പ് എനിക്ക് ഒച്ചയില്ല, നിങ്ങൾ തന്നെ പറയണം. പൂക്കളം കാണിച്ചു കൊടുക്കും. എന്റെ പൂക്കളം കാണിക്കാൻ എനിക്ക് വയ്യാണ് ഇത്. ശരിക്കും തിരുവോണത്തിന് ഒരു പൂക്കളത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ അതെ വലിയ പൂക്കളം. അത് കൊറേ പൂവ് വെറുതെ കിട്ടി, നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിയതല്ല, കൊറേ കിട്ടി. അങ്ങനെ വലിയ പൂക്കൾ കിട്ടും. ഇത്തവണ പക്ഷെ 100 രൂപയ്ക്ക് വാങ്ങി തന്നെ ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും, അത്യാവശ്യം വലിയൊരു പൂക്കളം. പൂക്കളം കാണിച്ചിട്ട് ഇതാണ് അവളുടെ പൂക്കളം. കറക്റ്റ് വട്ടമുള്ളതായിരിക്കുമല്ലോ. സ്കെയിലും പെൻസിലും ചോക്കൊന്നും ഉണ്ടായിരുന്നില്ല വരയ്ക്കാൻ. അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ എൻ്റെ കലാപരമായിട്ടുള്ള ചിന്തയിലുള്ള ഡിസൈൻ പോലും മാറ്റാറിയില്ലേ. ഏട്ടയുടെ പണികൾ തീർന്നിട്ടില്ല, എന്തൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ സ്പെഷ്യൽ ലൈറ്റ്. അതെ, ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മുഖത്ത് വെളിച്ചം കിട്ടണില്ല. ഇവിടെ ഇരിക്കുമ്പോൾ കഷണ്ടിക്കാണ് ലൈറ്റ് ഇവിടെ മുകളിൽ വെച്ചേക്കണേ. അപ്പം എനിക്ക് സ്പോട്ട് ലൈറ്റ് എല്ലാ ഡാർക്ക് സ്പോട്ട്സും കാണുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ആ തിളച്ച് നിന്നതിലേക്ക് മോര് ചേർക്കാം നമുക്ക്. ഇനി ഇത് വറ്റി കുറുകി വരണം. മുംബൈ കിടന്നോ? ശരി, സമയം കുറുകി വരാൻ. എന്താണ് ഇതിന് നന്നായി കുറച്ചിരുന്നാണല്ലോ. വയ്യാണ്ട് പിന്നെ എന്തിനു ഇവിടെ നിൽക്കണ പൊക്കോ. അതെ, വീഡിയോയിൽ വന്നില്ലേ നിങ്ങളുടെ കലാകാരൻ എന്റെ തന്തയ്ക്ക് പുള്ളി എന്ന് വിളിക്കും. ഇത് ശർക്കര വേണം, ഉണ്ട ശർക്കര. ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പുറത്ത് പുളിഞ്ചിയിൽ ശർക്കര കുറച്ച് ചേർക്കുന്നു. ശർക്കര ഉരുക്കി. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർക്കണം. അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്നായി കഴിയുമ്പോൾ കടുക് വറുത്തിട്ട്, കടുക്, മുളക്, കറിവേപ്പില, കുറച്ച് ഇഞ്ചി, പച്ചമുളകൊക്കെ വറുത്തിട്ട് ഇതിലിടാം. കറിവേപ്പില കുറച്ചും കൂടെ വയ്ക്കാനുണ്ട്. ഞാൻ അട ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിൽ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ അട ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ശർക്കരയും പഴവും നാളികേരൊക്കെ കൂടെ കുഴച്ചിട്ട് അതിൽ ചിലപ്പോൾ നാളികേര വറുത്തിടും, അല്ലെങ്കിൽ ചിരണ്ടിയിടും. മറ്റേ ഞാലിപ്പൂവൻ പഴമോ അല്ലെങ്കിൽ കദളിപ്പഴമോ അങ്ങനത്തെ എന്താണോ പഴം, എനിക്ക് ഓർമ്മയില്ല. കാരണന്മാരാണല്ലോ ഉണ്ടാക്കണേ. അപ്പോൾ പഴം ഇതെല്ലാം കൂടെ കുഴയ്ക്കും. അതല്ലെങ്കിൽ ചക്ക വരട്ടിയത് സ്റ്റോക്ക് എപ്പോഴും കാണുമല്ലോ, അപ്പോൾ അതായിരിക്കും. അങ്ങനെ എല്ലാം കൂടെ കുഴച്ചിട്ടുള്ള അടയാണ് ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ
ഇങ്ങനെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും വെച്ചിട്ടുള്ള അടയാണ് ഉണ്ടാക്കുക. അതാണ് ഇവർക്കൊക്കെ ഇഷ്ടവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ശർക്കര കുറച്ച് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് അടയ്ക്ക് അതിൽ നീ അത് അരിച്ചെടുത്തിട്ട് കുറച്ച് നാളികേരവും പഴം ചേർക്കാമെന്നാണ്. പക്ഷെ ഇവിടെ ഇവർക്ക് ആകാശിനൊന്നും അത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് പഴം ഞാൻ ചേർക്കണില്ല. നാളികേരം, ശർക്കരയും കുറച്ച് ഏലക്കായപ്പൊടി, ചുക്ക് ജീരകമൊക്കെ താല്പര്യമുള്ളവർക്ക് ചേർക്കാം. അത് ഓരോരുത്തരുടെ സ്വാദാണല്ലോ. നമ്മുടെ മക്കൾക്ക് എന്താണോ ഇഷ്ടം, നമ്മുടെ മക്കൾക്ക് എന്താണോ ഇഷ്ടമല്ലാത്തത് മാക്സിമം അതൊക്കെ നോക്കി ചെയ്യാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓണത്തിന് ചിക്കൻ കഴിക്കണം എന്ന് പറഞ്ഞാൽ മേടിച്ചല്ലേ. അപ്പം ഒരു 1/2 സ്പൂൺ നെയ്യ് ചേർക്കും കേട്ടോ. ശരിക്കും 1 സ്പൂൺ ചേർക്കും. ഞാൻ 1/2 സ്പൂൺ ഇപ്പം ചേർക്കും, ബാക്കി 1/2 സ്പൂണ് ലാസ്റ്റേ ചേർക്കുള്ളൂ. നമ്മുടെ മോരൊക്കെ നല്ല പോലെ വറ്റിയിട്ടുണ്ട്. ഇതുണ്ടോ. ഇനി നമുക്ക് ആ നാളികേരവും ജീരകവും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചതിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർക്കാം. കടുക് വറുക്കുക എന്ന് പറഞ്ഞാൽ മുളക് വറുക്കില്ല, കടുകും കറിവേപ്പിലയും മാത്രമേ വറുത്തിടുള്ളൂ കേട്ടോ. ഞാൻ ചെയ്യണ ഒരു ശീലമാണ് കേട്ടോ പറഞ്ഞേ. എല്ലാവരും ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ഓഫ് ചെയ്യാം. ശരിക്കും കാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എറിഞ്ഞാൽ ആ ചുമരിലിരിക്കണം എന്നാണ്, ഒഴുകാൻ പാടില്ല. അത്രയും കട്ടിയായിരിക്കണം എന്നാണ് കാളന്റെ പറയുക എല്ലാവരും. ഇത്തിരി മധുരത്തിന്റെ സ്വാദ് ഇഷ്ടമുള്ളവരാ വെച്ചാല് ആ കഷ്ണം എന്ത് സമയത്ത് നമുക്ക് വേണമെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്കൊന്ന് കടുക് വറുക്കണം. ഇത്തിരി വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി നമുക്ക് കറിവേപ്പില ചേർക്കാം. ഒരു 1/2 സ്പൂണ് നെയ്യ്. അപ്പം നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഒരല്പം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി അതിൽ ചേർക്കണം. അപ്പോൾ ഒരു പ്രത്യേക വാസനയായിരിക്കും കാവുന്നത്. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നെയ്യ് നല്ലപോലെ ചൂടായി ഞാനത് ഓഫ് ചെയ്തിട്ട് ഉലുവപ്പൊടി ചേർക്കുകയാണ്. നെയ്യിൽ ഉലുവ മൂക്കുമ്പോൾ ഒരു വാസനയുണ്ട്, അതൊരു രക്ഷയില്ലാത്ത വാസന. ഇതാ. അപ്പം നമ്മുടെ കാളൻ റെഡിയായി. ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഓട്ടുരുളിയിൽ ഉണ്ടാക്കുമ്പോഴത്തെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ അത് മാറ്റണം, അതിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മുടെ കാളൻ റെഡി. ശ്രദ്ധിക്കുള്ളവർ കൂട്ടാനായി. അതെ. കുറച്ച് ഉലുവപ്പൊടി, അല്പം കായത്തിൻ്റെ പൊടി, ഏകദേശം പുറത്ത് വെളിച്ചെണ്ണ ചൂടായി. പിന്നെ കടുക്, മുളക്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഒക്കെ കൂടെ വറുത്തിടണം. കടുക്, ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, ഒക്കെ വറുത്തിട്ടു. കടുക്, മുളക്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ പുളിയിഞ്ചി ഏകദേശമൊക്കെ ആയി. ഒരു 2 മിനിറ്റും കൂടെ തിളച്ചാൽ നമുക്കത് ഓഫ് ചെയ്യാം. നല്ല വാസനയൊക്കെ വരുന്നുണ്ട് പുളിയിഞ്ചിയുടെ. അപ്പം ഇന്നത്തെ രാത്രി വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ. ഇനി ബാക്കിയൊക്കെ നാളെയാണ്. രാവിലെ അട ഉണ്ടാക്കണം. വീട്ടിലൊക്കെ പണ്ട് അമ്മമ്മയൊക്കെ ചെയ്യുമ്പോൾ രാത്രി തന്നെയാണ് അട ഉണ്ടാക്കുക. അതായത് ഞങ്ങൾ 2-3 വീടുകൾക്ക്, ഇപ്പുറത്ത് ചിറ്റമ്മ, അപ്പുറത്ത് അമ്മമ്മയുടെ അനിയത്തിയും അവരൊക്കെ ഉണ്ടല്ലോ, കുറേ ആൾക്കാരില്ലേ. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അട ഉണ്ടാക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് കൂട്ടുകുടുംബമല്ലോ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ അട ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കനലിൻ്റെ പുറത്തിങ്ങനെ ഇരിക്കണ്ടോ, അടുപ്പിലാണല്ലോ, വലിയ ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അത് ആവി വന്നു കഴിയുമ്പോൾ അടുപ്പ് കിടത്തി വെച്ചേക്കും. നേരം വെളുക്കുമ്പോൾ ആ കനലത്ത് ഇങ്ങനെ ഇരുന്ന് അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അങ്ങനത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ കനലൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കണത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.